പെന്റിക്കോസ്റ്റൽ ഡേ, പരിശുദ്ധാത്മാവിൻ്റെ ഒരു വലിയ അഭിഷേകത്തിന് വേണ്ടി കാത്തിരിക്കുന്ന ഈ കാലഘട്ടത്തിൻ്റെ, ഈ കാത്തിരിപ്പിൻ്റെ സമയത്ത് പരിശുദ്ധാത്മാവിനെ കുറിച്ച് ആഴമേറിയ ഒരു പഠനം, അതിന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കുന്ന ദിനരാത്രങ്ങളാണ് ഈ സ്വർഗാരോഹണത്തിന് ശേഷമുള്ള പെന്റക്കോസ്റ്റൽ ഡേ വരെയുള്ള ദിനരാത്രങ്ങൾ എന്ന് പറയുക. പ്രിയപ്പെട്ട ദൈവത്തിന്റെ ജനമേ, ഈ ഒരു അഭിഷേകം നമ്മുടെ ജീവിതത്തിൽ ഏറ്റെടുക്കുവാൻ പിതാവായ ദൈവം പദ്ധതിയൊരുക്കി പുത്രനായ യേശുക്രിസ്തുവിൻ്റെ കാൽവരി യാഗവും പിന്നീട് പരിശുദ്ധാത്മാവിലൂടെയുള്ള അതിൻ്റെ ഒരു പരിപൂർണതയും ഒരു മനുഷ്യന്റെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ പദ്ധതിയൊരുക്കിയ പിതാവായ ദൈവം തൻ്റെ പുത്രന്റെ രക്തത്താൽ മാനവ രാശിയെ വീണ്ടെടുത്ത് അതിനുശേഷം സ്വർഗാരോഹണം ചെയ്ത യേശുക്രിസ്തു, ഞാൻ പോകുന്നത് നല്ലതാണ്, ഞാൻ പോയാൽ നിങ്ങൾക്കൊരു സഹായകനെ ലഭിക്കും. ആ സഹായകനായ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് മനുഷ്യന്റെ ജീവിതത്തിൽ ആ ആത്മാവിൻ്റെ സാന്നിധ്യത്തെ പൂർണ്ണമാക്കുമ്പോഴാണ് ഒരുവന്റെ ജീവിതത്തിൽ ഒരു പരിപൂർണത ലഭിക്കുക. കുരിശു മരണമില്ലാതെ രക്ഷയില്ല. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകമില്ലാതെ ഒരു മനുഷ്യന്റെ ജീവിതം പൂർണ്ണമാവുകയുമില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ദിവസങ്ങൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ കുറിച്ചുള്ള ആഴമേറിയ ഒരു പഠനമാണ് നമ്മൾ ആഗ്രഹിക്കുക. അതുകൊണ്ട് പഴയ നിയമത്തിൽ, പുതിയ നിയമത്തിൽ പരിശുദ്ധാത്മാവ് എങ്ങനെയാണ് നമ്മുടെയൊക്കെ ജീവിതത്തിൽ കടന്നു വരുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുകയാണ്. പഴയ നിയമത്തിൽ എങ്ങനെയാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് കടന്നു വന്നത്, അല്ലെങ്കിൽ പുതിയ നിയമത്തിൽ എങ്ങനെയാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിൻ്റെ ഇടപെടൽ, ഇങ്ങനെ സമഗ്രമായി പരിശുദ്ധാത്മാവിനെ കുറിച്ച് പഠിക്കുവാനുള്ള ഒരു പഠന പരമ്പര പോലെയാണ് ഈ ഒരു ആത്മാവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെക്കുറിച്ച് പഠിക്കുവാൻ ആഗ്രഹിക്കുക. ആമുഖമായി പഴയ നിയമത്തിൽ നമുക്കറിയാം, സൃഷ്ടിയുടെ ആരംഭത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ കടന്നുവരവ് നമ്മൾ കാണുന്നുണ്ട്. അതിനുശേഷം മനുഷ്യന് ജീവനേകുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ്. പഴയ നിയമ പിതാക്കന്മാർക്ക് ശക്തി പകർന്നു കൊടുത്തത് പരിശുദ്ധാത്മാവാണ്. പിന്നീട് പഴയ നിയമത്തിലാണ് സകലരുടെ മേൽ എൻ്റെ ആത്മാവിനെ ഞാൻ നിവേശിപ്പിക്കുമെന്ന് പറയുന്ന ദൈവത്തിൻ്റെ വാഗ്ദാനം, പരിശുദ്ധാത്മാവ് വരുമെന്നുള്ള, സകല സൃഷ്ടിയുടെ മേലും എൻ്റെ ആത്മാവിനെ ഞാൻ നിവേശിപ്പിക്കുമെന്നുള്ള, അല്ലെങ്കിൽ വർഷിക്കുമെന്നുള്ള ആ പ്രഖ്യാപനം, ആ വാഗ്ദാനം കടന്നു വരിക. നമ്മൾ പുതിയ നിയമത്തിലേക്ക് കടന്നു വന്നു കഴിഞ്ഞാൽ യേശുക്രിസ്തുവിൻ്റെ ജനന സമയത്തും യേശുക്രിസ്തുവിൻ്റെ ജ്ഞാനസ്നാനത്തിലും യേശുക്രിസ്തുവിൻ്റെ പരസ്യ ശുശ്രൂഷയുടെ ഇടയിലും കുരിശുമരണത്തിലും പുനരുത്ഥാനത്തിലും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ഇടപെടലും ശക്തമായ ആത്മാവിൻ്റെ പങ്കും നമുക്ക് മനസ്സിലാക്കുവാൻ പറ്റും. അപ്പം പെന്റക്കോസ്റ്റൽ ഡേ, അതിനെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പം ഒരു കാര്യം ഉറപ്പാണ്, അതൊരു കാത്തിരിപ്പിൻ്റെ ഫലമായാണ് നമ്മുടെ ജീവിതത്തിൽ ലഭിക്കുക. അവിടെ 3 അടയാളങ്ങൾ നമുക്ക് കാണാം: കാറ്റ്, അഗ്നി, ഭാഷ. ഇത് 3 പരിശുദ്ധാത്മാവ് കടന്നു വരുന്നതിൻ്റെ ചില അടയാളങ്ങളാണ്. മറ്റൊരർത്ഥത്തിൽ നമ്മൾ ചിന്തിച്ചാൽ പരിശുദ്ധാത്മാവ് എന്ത് ചെയ്യുന്നു, ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ ഇടപെടൽ ഉണ്ടാകുമ്പോൾ
പരിശുദ്ധാത്മാവ് എന്തൊക്കെയാണ് ചെയ്യുക എന്ന് നമ്മൾ പരിശോധിക്കുമ്പം, ഒന്ന്, പാപബോധം നൽകുന്നത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ്. വീണ്ടും ജനനം. നിക്കോദെമോസിനോട് യേശു പറയുന്നുണ്ട്, ജലത്താലും ആത്മാവിനാലും നീ വീണ്ടും ജനിക്കുന്നില്ല എങ്കിൽ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുക അസാധ്യമാണ്. അപ്പം വീണ്ടും ജനനം അഥവാ ഒരു പുതിയ ജനനം നൽകുന്നത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ്. മൂന്നാമതായി, പരിശുദ്ധാത്മാവാണ് സഹായകൻ, ആശ്വാസകൻ, അല്ലെ? 4, ഉപദേശകനാണ് പരിശുദ്ധാത്മാവ്. 5, പരിശുദ്ധാത്മാവാണ് ഒരു വ്യക്തിയെ സത്യത്തിലേക്ക് നയിക്കുക. പരിശുദ്ധാത്മാവാണ് ശക്തി നൽകുക. 6. 7, പ്രാർത്ഥനയിൽ നമ്മെ സഹായിക്കുന്നത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ്. 8, ഫലം തരുന്നത് പരിശുദ്ധാത്മാവാണ്. 9, വരം നൽകുന്നത് പരിശുദ്ധാത്മാവാണ്. ഇങ്ങനെ പരിശുദ്ധാത്മാവിനെ കുറിച്ചുള്ള ഓരോ മേഖലകളും ഇഴകീറി നമ്മൾ പരിശോധിക്കുകയാണ് എങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഈ ആത്മാവിനെ സ്വീകരിക്കുവാനുള്ള എല്ലാ വഴികളും ദൈവാത്മാവ് നമുക്ക് തുറന്നു തരും. അപ്പൊ നമ്മൾ ചിന്തിക്കണം, എന്തുകൊണ്ടാണ് ചിലർക്ക് ഈ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ലഭിക്കാതെ പോകുന്നത്? അത് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ഒരാൾക്ക് ലഭിക്കുന്നില്ല എങ്കിൽ അടിസ്ഥാനപരമായി ഒരു കാര്യം ഓർത്തുകൊള്ളുക, ആ വ്യക്തിയുടെ ജീവിതത്തിൽ പാപം നിലനിൽക്കുന്നതിനാൽ വിശുദ്ധിയുടെ ആത്മാവിന് കടന്നു വരാനാവില്ല. ഇത് ഹോളി സ്പിരിറ്റ് ആണ്, പരിശുദ്ധിയുടെ ആത്മാവാണ്. അപ്പം പരിശുദ്ധാത്മാവിനെ നമ്മൾ സ്വീകരിക്കണമെങ്കിൽ അതിനനുസരിച്ചുള്ള ഒരു ആത്മീയ കാലാവസ്ഥ നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. മോശയെ ദൈവം വിളിക്കുന്ന പുറപ്പാട് 3-ാം അധ്യായത്തില് ആ മഹനീയ ദൃശ്യം കണ്ട് അടുത്തോട്ട് ചെല്ലുന്ന മോശയോട് ദൈവം വിളിച്ചു പറഞ്ഞു, മോശെ മോശെ, നീ അടുത്തോട്ട് വരരുത്. കാരണം എന്താണ്? നീ നിൽക്കുന്ന സ്ഥലം പരിശുദ്ധമാണ്. ഇവിടെ ദൈവത്തിന് ജനമേ, അതുകൊണ്ട് ഒരു ആത്മീയ കാലാവസ്ഥ, ഒരു വിശുദ്ധിയുടെ ആത്മാവിനെ സ്വീകരിക്കുവാനുള്ള ഒരു ആത്മീയ കാലാവസ്ഥ നമ്മൾ ആദ്യമായി നമ്മുടെ ജീവിതത്തിൽ ഏറ്റെടുക്കണം. അതുകൊണ്ട് പാപമുള്ള വ്യക്തിയുടെ ജീവിതത്തിൽ ഈ അഭിഷേകത്തെ സ്വീകരിക്കുവാൻ സാധിക്കുകയില്ല. രണ്ടാമതായി, അവിശ്വാസമുള്ള വ്യക്തിയുടെ ജീവിതത്തിൽ ഈ അഭിഷേകത്തെ സ്വീകരിക്കുവാൻ സാധിക്കുകയില്ല. 3, പ്രാർത്ഥനയുടെ കുറവ്. 4, ലോക മോഹങ്ങൾ. 5, ക്ഷമിക്കുവാൻ സാധിക്കാത്ത മനസ്സ്, അൺഫോർഗിവ്നെസ്. ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഇതുപോലെയുള്ള സാധ്യതകൾ ഉണ്ട് എങ്കിൽ ദൈവത്തിന്റെ ആത്മാവിനെ സ്വീകരിക്കുവാനായി സാധിക്കത്തില്ല. കാത്തിരിക്കണമെന്നുള്ളത്, അഭിഷേകത്തിന് വേണ്ടി നിങ്ങൾ ജെറുസലേമിൽ കാത്തിരിക്കണമെന്നുള്ളത് കർത്താവിന്റെ കൽപ്പനയാണ്. അപ്പൊ എങ്ങനെ നമ്മൾ കാത്തിരിക്കണം? ദാഹത്തോടുകൂടി കാത്തിരിക്കണം, വിശുദ്ധിയോടുകൂടി കാത്തിരിക്കണം, ഐക്യമുള്ള ഒരു മനസ്സ്, ഏക മനസ്സോടുകൂടി നമ്മൾ കാത്തിരിക്കണം, നിരന്തരമായ പ്രാർത്ഥനയിൽ കാത്തിരിക്കണം, പ്രതീക്ഷയോടെ, ഹല്ലേലൂയ, പ്രത്യാശയോടെ കാത്തിരിക്കണം. അങ്ങനെയുള്ളവരുടെ ജീവിതത്തിൽ ഇത് നമുക്ക് എന്താ പറയുന്നത്, വലിയ എളുപ്പമാണ് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം പ്രാപിക്കുവാൻ. അതുപോലെ തന്നെ അഭിഷേകം ലഭിച്ചാൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ അത് മനസ്സിലാക്കണമെങ്കിൽ ശിഷ്യന്മാരുടെ ജീവിതം പരിശോധിച്ചാൽ മതി. വിശുദ്ധ പത്രോസ്, വിശുദ്ധ തോമസ് ലീഹ, അതുപോലെ സെന്റ് പോള്, ഇവരുടെ എല്ലാം ജീവിതത്തെ നമ്മളൊന്ന് പരിശോധിച്ചാൽ, പ്രിയപ്പെട്ട ദൈവത്തിന്റെ ജനമേ, ആത്മാവ് കടന്നു വരുന്ന സമയം ആ മാറ്റം ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ നമുക്ക് കാണുവാൻ പറ്റും. അതുകൊണ്ട് ഇന്നത്തെ കാലഘട്ടത്തിൽ സഭയുടെ ഒരു തലത്തിൽ നിന്ന് ചിന്തിക്കുകയാണെങ്കിൽ പോലും ജീവനില്ലാത്ത ചില സാഹചര്യങ്ങൾ, പ്രോഗ്രാമുകൾ, സംഗീത നിശകള്, DJ പാർട്ടികള്, ഓണം, ക്രിസ്മസ് ആഘോഷ മേഖലകള്, ഇതൊക്കെ ഒരു ബുദ്ധിയുടെ തലത്തിൽ നിന്ന് നമ്മൾ ചെയ്യുമ്പോൾ ആത്മാവിന്റെ തീയ് അവിടെ ഇല്ല എന്ന് നമ്മൾ തിരിച്ചറിയണം. അങ്ങനെയെങ്കിൽ ശബ്ദ കോലാഹലങ്ങൾക്കപ്പുറമായി ശക്തി, പരിശുദ്ധാത്മാവിന്റെ ശക്തിയാണ് ഇന്ന് സഭയ്ക്ക് ആവശ്യം. ആളും അനക്കവും ഒക്കെ ഉണ്ടെന്ന് പറയുന്നിടത്ത് ആത്മാവില്ലാത്ത ഒരു സാഹചര്യമാണെങ്കിൽ എന്ത്
പ്രയോജനം? അതുപോലെ തന്നെ കെട്ടിടങ്ങളുണ്ട്, സൗകര്യങ്ങളുണ്ട്, പക്ഷെ മഹത്വമില്ല എങ്കിൽ പ്രിയപ്പെട്ട ദൈവത്തിന്റെ ജനമേ ഒരു കാര്യവുമില്ല. അതുകൊണ്ട് പരിശുദ്ധാത്മാവിനെ കുറിച്ച് നമ്മൾ പഠിക്കണം. യേശുക്രിസ്തുവിന്റെ രണ്ടാമത്തെ വരവും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവുമായുള്ള ബന്ധത്തിൽ ആത്മാവ് ഉള്ള സഭ മണവാളനെ കാത്തിരിക്കുന്നത് പോലെ ഇന്ന് നമ്മുടെ ജീവിതത്തിൽ പെന്റക്കോസ്റ്റൽ ഡേ എന്ന് പറയുന്നത് വെറും ഒരു ഓർമ്മ ദിനമല്ല, അത് ഒരു അനുഭവത്തിന്റെ ദിവസമാണ്. കാറ്റ് ഇനിയും വീശും, അഗ്നി ഇനിയും ഇറങ്ങും. നമ്മൾ വീണ്ടും പുതുക്കപ്പെട്ട് ഈ അഭിഷേകത്തിൽ നിറയുവാൻ ഈ കാത്തിരിപ്പിന്റെ ദിവസങ്ങള്, ഈ ദിനരാത്രങ്ങള് വളരെ വ്യക്തതയോടുകൂടി ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ എല്ലാവരെയും ഉണർത്തുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ എല്ലാം ജീവിതത്തിൽ ഫലവും വരവും അനുഗ്രഹവും നിറയുന്ന ഒരു തലത്തിലേക്ക് കടന്നു പോകുമെന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം. ഇതിനെക്കുറിച്ചാണ് നമ്മൾ പഠിക്കുക, ഇതിനെക്കുറിച്ചാണ് നമ്മൾ ഈ ദിവസങ്ങളിൽ എല്ലാ ദിവസവും നമ്മൾ ഇതിനെക്കുറിച്ചാണ് ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവത്തിന്റെ ജനമേ, ഒരുക്കമുള്ളവരായി പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവാനുള്ള ഒരു തയ്യാറെടുപ്പിലേക്ക് നമുക്ക് കടന്നു പോകാം. ആദ്യമായി നമുക്കറിയാം, പരിശുദ്ധാത്മാവിനെ കുറിച്ച് ബൈബിൾ പഠിപ്പിക്കുമ്പം വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 13-ാം അധ്യായം 11-ാമത്തെ വാക്യം പറയുന്നുണ്ട്, സ്വർഗസ്ഥനായ പിതാവ് തന്നോട് ചോദിക്കുന്നവർക്ക് എത്രയധികമായി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ നൽകുകയില്ലേ. അതുകൊണ്ട് അളന്നല്ല, അധികമായി, അളവില്ലാതെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ കൊടുക്കുന്ന ഒരു ദൈവത്തിന്റെ അരികിലേക്ക് നമ്മൾ കടന്നു ചെല്ലണം. അതുകൊണ്ട് ദൈവത്തെ നമ്മൾ അറിയണമെന്നുണ്ടെങ്കിൽ യേശു ക്രിസ്തു ആരെന്ന് നമ്മൾ അറിയണം. യേശുക്രിസ്തു ആരെന്ന് അറിയണമെങ്കിൽ ദൈവത്തിന്റെ വചനം നമ്മുടെ ഹൃദയത്തിലേക്ക് നമ്മൾ ഏറ്റെടുക്കണം. കാരണം വചനത്തിനകത്ത് ഒരു ജീവനുണ്ട്. ആ ജീവൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിലാണ് നിലനിൽക്കുക. കാരണം ജീവനുള്ള വചനമാണ് നമുക്ക് ഉറപ്പു തരുന്നത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവെന്ന വാഗ്ദത്തം. അതുകൊണ്ട് പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ മാത്രമേ നമ്മൾ ശക്തി പ്രാപിക്കുകയുള്ളൂ. അതുപോലെ പരിശുദ്ധാത്മാവിന്റെ നിറവിൽ നമ്മൾ ജീവിക്കുക എന്നത് മാത്രമാണ് ഒരു ക്രിസ്തീയ ജീവിതത്തിന്റെ അടിസ്ഥാനമെന്ന് പറയുക. അതുകൊണ്ട് നമുക്ക് പരിശുദ്ധാത്മാവിനെ വാഗ്ദാനം ചെയ്ത യേശു ക്രിസ്തുവിലൂടെ മാത്രമേ നമുക്ക് ഈ കൃപ ലഭിക്കുകയുള്ളൂ എന്ന് നമ്മൾ തിരിച്ചറിയണം. കാരണം യേശു ക്രിസ്തുവിന്റെ വാഗ്ദാനമാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്. അപ്പോസ്തല പ്രവർത്തികൾ 1-ാം അധ്യായം 4-5 വാക്യങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മളോട് ദൈവത്തിന്റെ ആത്മാവ് പറയുന്നത്, അതായത് ശിഷ്യന്മാരോട് പറഞ്ഞതാണെങ്കിലും ഇന്ന് നമ്മളോടും ദൈവാത്മാവ് പറയുന്നു, കാത്തിരിക്കണം, ജെറൂസലേമിൽ കാത്തിരിക്കണം. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ലഭിക്കും? വാഗ്ദാനം ലഭിക്കും. ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവത്തിന്റെ ജനമേ, സഭയുടെ തുടക്കം തന്നെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ആഗമനത്തോടു കൂടിയാണ്. അതുകൊണ്ട് നമുക്കും ഈ ശക്തി പ്രാപിക്കണം. കാരണം നമ്മൾ ഓരോരുത്തരും പരിശുദ്ധാത്മാവിനെ കുറിച്ചുള്ള ഒരു ചിന്ത നമ്മുടെ ഉള്ളിൽ വരുമ്പോൾ അപ്പോസ്തല പ്രവർത്തികൾ 1:8 നമ്മുടെ ഹൃദയത്തിലേക്ക് കടന്നു വരും. കാരണം പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും, ഇല്ലേ? ലോകത്തിന്റെ അതിർത്തികൾ വരെയും നിങ്ങൾ ക്രിസ്തുവിന്റെ സാക്ഷികളായിരിക്കുമെന്നാണ് ബൈബിള് പറയുക. അപ്പം ദൈവത്തിന്റെ ദൗത്യം എന്ന് പറയുന്നത് ലോകത്തിന്റെ അതിർത്തികൾ വരെ പോയി നമ്മൾ ഓരോരുത്തരും സുവിശേഷം പറയണം, അല്ലെങ്കിൽ ക്രിസ്തുവിന്റെ സാക്ഷിയാകണം. അപ്പൊ ദൈവത്തിന്റെ ദൗത്യം മനുഷ്യന്റെ ശക്തിയെ ആശ്രയിച്ചല്ല ഇരിക്കുന്നത്, അത് ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തിയിലൂടെയാണ് ഈ സാക്ഷ്യം നമുക്ക് നൽകുവാൻ പറ്റുക. എന്ന് വെച്ചാൽ ഈ ശക്തി വരുന്നത് പരിശുദ്ധാത്മാവിൽ നിന്നാണ്, മനുഷ്യന്റെ ശക്തിയല്ല. അതുകൊണ്ട് 1 തിമോത്തി 1-ാം അധ്യായം അതിന്റെ 7-ാമത്തെ വാക്യത്തിൽ സെന്റ് പോൾ പഠിപ്പിക്കുന്നു, ഭീരുത്വത്തിന്റെ ആത്മാവിനെ അല്ല ദൈവം നമുക്ക് നൽകിയത്, ശക്തിയുടെയും സ്നേഹത്തിന്റെയും ആത്മനിയന്ത്രണത്തിന്റെയും ആത്മാവിനെയാണ് ദൈവം നമുക്ക് നൽകിയത്. അപ്പം ശക്തിയുടെ ആത്മാവ് നമ്മുടെ മേൽ വന്നു കഴിയുമ്പോൾ
സാക്ഷ്യം നൽകുവാനുള്ള ധൈര്യവും അതുപോലെ തന്നെ അധികാരവും ഈ ശക്തിയുള്ള ആത്മാവിലൂടെ ഒരു വ്യക്തിയിലേക്ക് കടന്നു വരികയാണ്. അപ്പോ ജെറുസലേം മുതൽ ലോകത്തിന്റെ അതിർത്തികൾ വരെ കടന്നു പോകുവാനുള്ള ശക്തി എന്ന് വെച്ചാൽ സുവിശേഷം സർവ ലോകത്തിലും പ്രഘോഷിക്കപ്പെടണമെന്നുള്ളത് ദൈവത്തിന്റെ പദ്ധതിയാണ്, യേശുക്രിസ്തുവിന്റെ തീരുമാനമാണ്. അപ്പൊ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ ഒരു സാർവത്രികമായ സകല ലോകത്തും പോയി പറയേണ്ട ഒരു മിഷൻ, സകല ലോകത്തോടുമുള്ള സകല സൃഷ്ടികളോടും സുവിശേഷം എത്തിക്കുവാനുള്ള കരുത്ത് ഈ ആത്മാവിന്റെ ശക്തിയിലൂടെ നമുക്ക് ലഭിക്കുകയാണ്. എന്ന് വെച്ചാൽ എല്ലായിടത്തും ഈ സുവിശേഷം എത്തിക്കണം, എല്ലാവരോടും ഈ സുവിശേഷം പറയണം. ഹല്ലേലൂയ. ഈ ശക്തിയാണ് പ്രിയപ്പെട്ട ദൈവത്തിന്റെ ജനമേ നമുക്ക് അനിവാര്യമായത്. ഈ ശക്തിയാണ് ഈ ദിവസങ്ങളിൽ നമ്മൾ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച് നേടിയെടുക്കേണ്ടത്. ഹല്ലേലൂയ. അപ്പോസ്തല പ്രവൃത്തികൾ 1-ാം അധ്യായം 9, 10, 11 വാക്യങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പം യേശുക്രിസ്തുവിന്റെ സ്വർഗാരോഹണത്തെ കുറിച്ചാണ് നമ്മൾ അവിടെ കാണുക. എന്ന് വെച്ചാൽ സ്വർഗം തുറന്ന് ഒരു ദൈവം ലോകത്തിലേക്ക് കടന്നു വന്ന് തന്റെ ദൗത്യം പൂർത്തീകരിച്ച് തിരിച്ച് താൻ ആയിരിക്കുന്ന സ്ഥലത്തേക്ക് മടങ്ങിപ്പോയി. എന്ന് വെച്ചാൽ പിതാവായ ദൈവത്തിന്റെ വലതു ഭാഗത്ത് അനാദികാലം മുതലേ ഒരുക്കിയിരുന്ന ആ പ്ലേസിലേക്ക്, തന്റെ സീറ്റിലേക്ക് യേശുക്രിസ്തു മടങ്ങിപ്പോയി. പിതാവായ ദൈവത്തിന്റെ വലതു ഭാഗത്ത് ഉപവിഷ്ടനായി. അപ്പം സ്വർഗാരോഹണത്തിന്റെ സമയത്ത് ദൂതന്മാര് പറയുകയാണ്, യേശു സ്വർഗത്തിലേക്ക് പോയതുപോലെ തന്നെ തിരികെ വരുമെന്ന് ശിഷ്യന്മാരെ ഓർമ്മിപ്പിക്കുന്നു. അപ്പം ദൈവശാസ്ത്രം പഠിപ്പിക്കുന്നത് യേശുക്രിസ്തുവിന്റെ രണ്ടാമത്തെ വരവിന്റെ സൂചന നൽകുന്നതാണ് യേശുക്രിസ്തുവിന്റെ സ്വർഗാരോഹണം എന്ന് പറയുക. അപ്പം വിശ്വാസികളുടെ പ്രത്യാശ എന്ന് പറയുന്നതും യേശുക്രിസ്തുവിന്റെ രണ്ടാമത്തെ വരവാണ്. ഹല്ലേലൂയ. അപ്പൊ പോകുന്നതിന് മുമ്പ് യേശുക്രിസ്തു പറയുകയും പഠിപ്പിക്കുകയും ചെയ്ത കാര്യമാണ് ജെറുസലേം വിട്ടുപോകരുത്. ഹല്ലേലൂയ. അപ്പൊ ഒരുമിച്ച് നമ്മൾ പ്രാർത്ഥിക്കണം. അപ്പൊ പിതാവായ ദൈവത്തിന്റെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവിന് വേണ്ടി കാത്തിരിക്കണം എന്ന് നമ്മളോട് പറയുമ്പം, എന്ന് വെച്ചാൽ ശിഷ്യന്മാരോട് പറയുമ്പം അവരെന്ത് ചെയ്തു? പരിശുദ്ധ അമ്മയും ഈ ശിഷ്യന്മാരും ഒരു 120ഓളം പേര് മാളിക മുറിയിൽ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുകയാണ്. അതായത് ശക്തി പ്രാപിക്കുന്നത് ഒരുമിച്ചുള്ള പ്രാർത്ഥനയിലാണ്. ഈ കൂട്ടായ്മയാണ് ദൈവത്തിന്റെ സാന്നിധ്യത്തെ നമുക്ക് നേടിത്തരിക. ഹല്ലേലൂയ. അപ്പം നമ്മുടെ ഇടയിലേക്ക് കടന്ന് നമ്മളൊന്ന് ചിന്തിച്ച് നോക്കുകയാണെങ്കിൽ കൂട്ടായ്മകളെ തകർത്ത്, കൂട്ടായ്മകളിൽ ഭിന്നത സൃഷ്ടിച്ച്, പ്രാർത്ഥനയിൽ ഒരുമിച്ച് ദൈവജനം വരാതിരിക്കുവാൻ ശത്രു പ്രവർത്തിച്ചുകൊണ്ടേ ഇരിക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 10-ാം അധ്യായം അതിന്റെ 10-ാമത്തെ വാക്യത്തിൽ ബൈബിൾ എന്താണ് പറയുക? കള്ളൻ വരുന്നത് മോഷ്ടിക്കാനാണ്, കൊല്ലുവാനാണ്, നശിപ്പിക്കുവാനാണ്. എന്ന് വെച്ചാൽ നമുക്ക് ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിച്ചു ലഭിക്കേണ്ട ശക്തിയെ നശിപ്പിച്ച് കൂട്ടായ്മയെ, ആ പ്രാർത്ഥനയെ തകർത്തുകളയും. ഹല്ലേലൂയ. അതുപോലെ സ്നേഹത്തെ ഹൃദയങ്ങളിൽ നിന്ന് മോഷ്ടിക്കും. ആത്മനിയന്ത്രണം നഷ്ടപ്പെട്ട് പരസ്പരം ചേരിതിരിഞ്ഞ് പോരടിക്കും. ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് ഒരു ശത്രുവാണ്. ആ ശത്രു സാത്താനാണ് എന്ന് നമ്മൾ തിരിച്ചറിഞ്ഞേ മതിയാകൂ. കാരണം ഈ സാത്താൻ അന്ധകാരം നമ്മുടെ ഉള്ളിൽ സൃഷ്ടിക്കും. ഒരുമിച്ച് നിന്നിരുന്നവർ, തോളോട് തോള് ചേർന്ന് സന്തോഷത്തോടുകൂടി കഴിഞ്ഞിരുന്നവർ പരസ്പരം ശത്രുക്കളാകും, ശത്രുതയോടുകൂടി പെരുമാറും. സ്നേഹം തണുത്തുറഞ്ഞ് ആത്മാവിലുള്ള കൂട്ടായ്മ ഇല്ലാതെയാക്കും. അതായത് ദൈവത്തിന്റെ പദ്ധതിക്കെതിരെ സാത്താൻ തന്റെ പദ്ധതിയുമായി കളത്തിലിറങ്ങുമ്പോൾ ചില വ്യക്തികളെ സാത്താൻ പൊസസ് ചെയ്ത് അവരിലൂടെ പ്രവർത്തിച്ച്, എന്ന് വെച്ചാൽ ഒരു ഏകപക്ഷീയമായ ചില തീരുമാനങ്ങൾ എടുക്കുവാൻ, പരസ്പരം കൂട്ടായ്മയിൽ എന്താ പറയുന്നത്, ഒരുമിച്ച് നിന്ന് മുന്നോട്ട് കൊണ്ടുപോകുവാൻ ഈ അന്ധകാര ശക്തി ഇവരെ അനുവദിക്കത്തില്ല. കാരണം അവരുടെ ഒരു സ്വാർത്ഥതയ്ക്ക് വേണ്ടി, അവരുടെ സ്വാർത്ഥ താല്പര്യത്തിനു വേണ്ടി ദൈവത്തിന്റെ വചനത്തെയും സഭയെയും പോലും എന്താ പറയുന്നത്,
ആ ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുപോകുന്ന സാഹചര്യങ്ങൾ ഈ സമൂഹത്തിൽ നമുക്ക് കാണുവാൻ പറ്റും. അപ്പം അതെന്തുകൊണ്ടാണ്? പരിശുദ്ധാത്മാവിന്റെ ഇടപെടൽ നഷ്ടമായി പോയി എന്ന് വെച്ചാൽ പ്രാർത്ഥനയിൽ ശക്തിപ്പെടാത്ത ജനം നാശത്തിലേക്ക് കടന്നു പോവുകയാണ്. അതുകൊണ്ടാണ് 1 കൊരിന്ത്യൻസ് 1:18 സെന്റ് പോൾ പറഞ്ഞു, നാശത്തിലൂടെ ചരിക്കുന്നവർക്ക് കുരിശിന്റെ വചനം ഭോഷത്വമാണ്. എന്നാൽ രക്ഷയിലേക്ക് ചരിക്കുന്ന നമുക്കത് ദൈവത്തിന്റെ ശക്തിയാണെന്ന് തിരിച്ചറിയുവാനുള്ള ബോധ്യം നഷ്ടപ്പെടുകയാണ്. ഇവിടെ ദൈവത്തിന്റെ ജനമേ, ഇവിടെ നമ്മൾ ദൈവത്തിന്റെ വിളിയെ തിരിച്ചറിയണം. എന്ന് വെച്ചാൽ ആ പരിശുദ്ധാത്മാവിന്റെ കൃപയിലേക്ക്, ആ കൃപയുടെ ശക്തിയിലേക്ക്, ആ ബന്ധത്തിലേക്ക് നമ്മൾ തിരിച്ചു വരണം. കാരണം ദൈവത്തിന്റെ പദ്ധതി ഒരിക്കലും പരാജയപ്പെടുകയില്ല. മനുഷ്യന്റെ പരാജയം ഒരിക്കലും ദൈവത്തിന്റെ ദൗത്യത്തെ തടയുകയില്ല എന്നെങ്കിലും നമ്മളൊന്ന് തിരിച്ചറിയണ്ടേ. നമ്മൾ ഇങ്ങനെയുള്ള ചില കാര്യങ്ങളുടെ പിന്നാലെ കടന്നുപോയി നമ്മുടെ മനസ്സിൽ ശൂന്യതയും അന്ധകാരവും പ്രതികൂലങ്ങളും ഒക്കെ കടന്നു വന്ന് നമ്മളും ഒരു അസ്വസ്ഥതയിലേക്ക് കടന്നു പോകുന്ന സാഹചര്യങ്ങളെ അന്ധകാരത്തിന്റെ ശക്തികൾ കൊണ്ടുവരാൻ ശ്രമിക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവത്തിന്റെ ജനമേ, ദൈവത്തിന്റെ ആത്മാവ് ഇങ്ങനെയുള്ള മേഖലകളിൽ കടന്നു വന്നെങ്കിൽ മാത്രമേ ഒരു റീസ്റ്റോറേഷൻ നടക്കുകയുള്ളൂ, ഒരു റീക്രിയേഷൻ നടക്കുകയുള്ളൂ. അതുകൊണ്ട് നമ്മൾ ഒരുമിക്കണം, നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കണം. മറ്റൊന്നിനും വേണ്ടിയിട്ടല്ല. ഈ ലോകത്ത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ നഷ്ടമാകുന്നതാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ ശൂന്യത എന്ന് പറയുക. അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവത്തിന്റെ ജനമേ, ഈ ദിവസങ്ങൾ നമ്മൾ ഒരുക്കത്തിന്റെ ദിവസങ്ങളാകണം. നമ്മളിത് പഠിക്കുകയാണ്. ഓരോ മേഖലകളും ഇഴകീറി പരിശോധിക്കുന്നത് പോലെ നമ്മൾ തുടങ്ങുകയാണ്. പഴയ നിയമത്തിൽ ദൈവത്തിന്റെ ആത്മാവ് ഇടപെടുന്നത് പോലെ നമ്മുടെ ജീവിതത്തിലും ദൈവത്തിന്റെ ആത്മാവിന് ഇടപെടാനുള്ള അവസരം നമ്മൾ കൊടുക്കണം. ആദ്യമായി പഴയ നിയമം നമ്മൾ പരിശോധിക്കുകയാണ്. ഉൽപ്പത്തിയുടെ പുസ്തകം 1-ാം അധ്യായം 1-ാം വാക്യം, ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ഓർക്കുക, ആദിയിൽ എന്ന വാക്ക് സമയം ആരംഭിച്ചതിനെ സൂചിപ്പിക്കുകയാണ്. ദൈവം നിത്യനാണ്. അനാദികാലം മുതലേ പർവ്വതങ്ങൾക്ക് രൂപം കൊടുക്കുന്നതിന് മുമ്പ്, ഈ ഭൂമിയിൽ സകലതും സൃഷ്ടിക്കുന്നതിന് മുമ്പ്, സങ്കീർത്തനം 90:2 നമ്മളെ പഠിപ്പിക്കുന്നത് പോലെ അനാദികാലം മുതലേ അവൻ ദൈവമാണ്. ദൈവത്തിന് മാറ്റമില്ല. പക്ഷെ ദൈവം ഒരു പദ്ധതി തുടങ്ങുകയാണ്. ആദിയിൽ എന്ന് വെച്ചാൽ സമയം തുടങ്ങുകയാണ്, ചരിത്രം തുടങ്ങുകയാണ്, സൃഷ്ടി തുടങ്ങുകയാണ്. സമയം എന്ന് വെച്ചാൽ ടൈം, ഹിസ്റ്ററി, ക്രിയേഷൻ, ഇതെല്ലാം ആദിയിൽ ദൈവം തുടങ്ങുകയാണ്. പ്രിയപ്പെട്ട ദൈവത്തിന്റെ ജനമേ, ബൈബിള് പറയുന്നുണ്ട് ദൈവത്തിന് തുടക്കമില്ല, ദൈവം നിത്യനാണ്, സമയം ദൈവത്തിന്റെ സൃഷ്ടിയാണ്. അതുകൊണ്ട് എല്ലാറ്റിൻ്റെയും അടിസ്ഥാനം എന്ന് പറയുന്നത് ദൈവമാണ്. ഇൻ ദ ബിഗിനിങ് ഗോഡ്, അതായത് സൃഷ്ടിയുടെ ആരംഭം, ആദിയിൽ ദൈവം, അതായത് ദൈവത്തിലാണ് എല്ലാം ആരംഭിക്കുന്നത്. സൃഷ്ടിയുടെ ഉറവിടമെന്ന് പറയുന്നത് ദൈവമാണ്. അതുപോലെ മനുഷ്യന്റെ സൃഷ്ടിയും ദൈവത്തിൽ നിന്നാണ്. അപ്പം നമ്മളൊന്ന് കണ്ടേ, ശൂന്യതയിൽ നിന്നാണ് ദൈവം സകലതും സൃഷ്ടിക്കുന്നത്. ഒന്നുമില്ലായ്മയിൽ നിന്ന്, ശൂന്യതയിൽ നിന്ന് ദൈവം സകലതും സൃഷ്ടിക്കുകയാണ്. എന്നാൽ ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 2-ാമത്തെ വാക്യത്തിൽ എത്തുമ്പോൾ ഭൂമി രൂപരഹിതമാണെന്നും ഭൂമി ശൂന്യവുമാണെന്നും ആഴത്തിന്റെ മുകളിൽ അന്ധകാരം വ്യാപിച്ചിരുന്നു എന്നും ബൈബിൾ വ്യക്തമാക്കുന്നു. ദൈവം സൃഷ്ടിച്ചതിനെ ശൂന്യമാക്കി അതിൻ്റെ മുകളിൽ രൂപരഹിതമായ സാധ്യതയും അന്ധകാരവും കൊണ്ടുവന്ന് ഒരു നശിപ്പിച്ചിട്ടിരിക്കുന്നത് പോലത്തെ സാഹചര്യം, ക്രമരഹിതമായ ഒരു അവസ്ഥ, അല്ലെങ്കിൽ ഒരു ശൂന്യത, രൂപമില്ലാത്ത സാധ്യത, അന്ധകാരം. നമ്മൾ ഇതിനെ നമ്മളുടെ വ്യക്തി ജീവിതവുമായി
ഒന്ന് കണക്ട് ചെയ്താൽ ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിലും ഇതുപോലെ ഒരു തകർന്നിരിക്കുന്ന ഒരു ശൂന്യത ഫീൽ ചെയ്യുന്ന സാഹചര്യമായിരിക്കാം. ദിശയില്ലാതെ പാറിപ്പറക്കുന്ന ഒരു പട്ടം പോലെ, പ്രതീക്ഷയില്ലാതെ, പ്രത്യാശയില്ലാതെ, ആകെ ഒരു നഷ്ടബോധം. മറ്റൊരർത്ഥത്തിൽ ചിന്തിച്ചാൽ ഒന്നിലും സന്തോഷം തോന്നുന്നില്ല എന്ന് പറയുന്ന ദുർദിനങ്ങളിലൂടെ വിലപിക്കുന്ന ഒരു കാലഘട്ടത്തിന്റെ സാധ്യതയാകാം. മൊത്തത്തിൽ ഒരു ആശയക്കുഴപ്പം, ഭയം, ഉത്കണ്ഠ, പാപത്തിന്റെ നിഴൽ മൂടിയ ഒരു അന്ധകാരപ്രദമായ അവസ്ഥ. അറിവില്ലായ്മയിൽ അല്ലെങ്കിൽ ദൈവത്തിന്റെ സാന്നിധ്യം നഷ്ടമായ, പ്രാർത്ഥനയില്ലാത്ത, സന്തോഷമില്ലാത്ത, സമാധാനമില്ലാത്ത ഒരു അനുഭവം. നമ്മുടെ മനസ്സിലും നമ്മുടെ ചിന്തയിലും ഹൃദയത്തിലുമൊക്കെ ഇരുട്ട് മാത്രമാണ്. പുറത്തു വെളിച്ചമുണ്ട്, പക്ഷെ എൻ്റെ ഉള്ളിൽ മാത്രം, എൻ്റെ ജീവിതത്തിൽ മാത്രം എന്തേ ഇതുപോലെ ഒരു അന്ധകാരം, അസ്വസ്ഥത എന്നൊരു പക്ഷേ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകാം. പ്രിയപ്പെട്ട ദൈവത്തിന്റെ ജനമേ, എവിടെയോ ഒരു മിസ്സിങ്. അത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിൽ ഇല്ലാതെ വരുന്നത് കൊണ്ടാണ്. ആ ദൈവവുമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നത് കൊണ്ടാണ്. ഈ നഷ്ടപ്പെട്ട ഒരു അസ്വസ്ഥത നിറഞ്ഞ ജീവിത സാധ്യതയിൽ നിന്ന് ദൈവത്തിന് ഇതെല്ലാം റിസ്റ്റോർ ചെയ്യാൻ പറ്റും. അത് ചെയ്യണമെങ്കിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ആഗമനം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. പാഴായതിനെ, ശൂന്യമായതിനെ, അന്ധകാരപ്രദമായ എല്ലാ സാധ്യതകളെയും മാറ്റുവാൻ കരുത്തുള്ള ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യത്തിന് വേണ്ടി ഇന്ന് നമ്മൾ പ്രാർത്ഥിക്കണം. ശ്രദ്ധിച്ചു നോക്കുക. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം, സൃഷ്ടിയുടെ ആരംഭത്തിൽ ശൂന്യതയും അന്ധകാരവും. നമ്മുടെ ജീവിതം എടുത്താലും ഇതുപോലെയുള്ള നിരവധിയായ പ്രതിസന്ധികളുടെ നടുവിൽ. അപ്പോ പഴയ നിയമം, ഉൽപ്പത്തി, സൃഷ്ടിയുടെ ആരംഭം, പരിശുദ്ധാത്മാവിന്റെ ഇടപെടൽ നമുക്കവിടെ കാണുവാൻ പറ്റും. രൂപരഹിതമായ, ശൂന്യമായ അന്ധകാരം വ്യാപിച്ചിരുന്ന സ്ഥലത്ത് വെള്ളത്തിന്റെ മുകളിൽ ദൈവത്തിന്റെ ചൈതന്യം പരിവർത്തിച്ചു കൊണ്ടിരുന്നു എന്ന് നമുക്ക് കാണുവാൻ പറ്റും. ദൈവത്തിന്റെ ചൈതന്യം വെള്ളത്തിന്റെ മീതെ ചലിച്ചു കൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. അപ്പം ആരംഭത്തിൽ തന്നെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ കടന്നുവരവ്, ആഗമനം നമുക്കിവിടെ കാണുവാൻ പറ്റും. എന്ന് വെച്ചാൽ ശൂന്യതയിൽ ക്രമം വരുത്തുന്നത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്, അന്ധകാരത്തെ മാറ്റി അവിടെ വെളിച്ചത്തെ കൊണ്ടുവരുന്നത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്, രൂപരഹിതമായതിനെ മാറ്റി അതിന് രൂപം കൊടുക്കുന്നത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്. എങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട ദൈവത്തിന്റെ ജനമേ, നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തില് ഇരുൾ മൂടിയ മേഖലകളില് വെളിച്ചം നൽകുന്നത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണെന്ന് നമ്മൾ തിരിച്ചറിയണം. കുടുംബങ്ങളിലെ കലഹങ്ങളെ മാറ്റി അവിടെ സമാധാനം കൊണ്ടുവരുന്നത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ്. ഇന്ന് കലങ്ങി മറിഞ്ഞിരിക്കുന്ന ജീവിത സാധ്യതയോ ജീവിതത്തിന്റെ അവസ്ഥയോ പരിശുദ്ധാത്മാവൊന്ന് ചലിച്ചു തുടങ്ങിയാൽ അവിടെ ഒരു പുതിയ സൃഷ്ടിയാക്കി മാറ്റുവാൻ കരുത്തുള്ള ആത്മാവിനെ സ്വീകരിക്കുവാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ ഇന്ന് ദൈവത്തിന്റെ മുമ്പിൽ നിങ്ങളെ മുട്ടുമടക്കുവാൻ പരിശുദ്ധാത്മാവ് വിളിക്കുകയാണ്. ദൈവത്തിന്റെ വചനം ഇന്ന് നിങ്ങളുടെ നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുക. കാരണം ജീവനേകുന്നതും ജീവന്റെ സമൃദ്ധിയേകുന്നതും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ്. ഹല്ലേലൂയ. മനുഷ്യന്റെ ജീവിതത്തിൽ നമുക്ക് ജീവൻ തന്നത് ആത്മാവാണ് എന്ന് ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം 7-ാമത്തെ വാക്യത്തിൽ നമുക്ക് മനസ്സിലാകും. എന്ന് വെച്ചാൽ ജീവന്റെ ശ്വാസം മനുഷ്യന്റെ, അതായത് മണ്ണുകൊണ്ട് മെനഞ്ഞ ആ മനുഷ്യന്റെ നാസാരന്ധ്രങ്ങളിലേക്ക് ദൈവം നിശ്വസിക്കുകയും അങ്ങനെ മനുഷ്യൻ ജീവനുള്ളവനായി തീർന്നു എന്നുമാണ് ബൈബിള് പറയുക. ഭൂമിയിലെ മണ്ണിൽ നിന്ന് പൂഴി കൊണ്ട് മനുഷ്യനെ രൂപപ്പെടുത്തിയ ദൈവം
ആ ശരീരം ജീവനുള്ളതായി മാറ്റുവാൻ ആത്മാവിന്റെ സാന്നിധ്യത്താലാണ് സാധ്യമാക്കിയത് എന്ന് തിരിച്ചറിയണം. ശരീരമുണ്ടാകും, പക്ഷേ ആത്മാവില്ലെങ്കിൽ ജീവൻ ഉണ്ടാവുകയില്ല എന്ന് നിങ്ങൾ തിരിച്ചറിയണം. ശരീരം ഒന്നിനും ഉപകരിക്കുന്നില്ല, ആത്മാവാണ് ജീവനേകുന്നത്. ഞാൻ ഇന്ന് നിങ്ങളോട് കൽപ്പിച്ചിരിക്കുന്ന ഈ വചനം ആത്മാവും ജീവനുമാണ് എന്ന് യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 63-ാമത്തെ വാക്യത്തിൽ യേശുക്രിസ്തു പറഞ്ഞത് വിസ്മരിക്കരുത്. ഹല്ലേലൂയ. ഇന്ന് സഭയുണ്ടാകും, കൂട്ടായ്മകൾ ഉണ്ടാകും, പക്ഷേ ആത്മാവില്ലെങ്കിൽ അവിടെ ഒരു ശക്തിയില്ല എന്ന് നിങ്ങൾ തിരിച്ചറിയണം. അതുകൊണ്ട് വചനം പഠിച്ചാൽ ജീവൻ തരുന്നത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പഴയ നിയമത്തിലേക്ക് തന്നെ നമ്മുടെ ചിന്തയെ ഇന്ന് ചേർത്തു വെച്ചാൽ, പഴയ നിയമ പിതാക്കന്മാർക്ക് ശക്തി പകർന്നു കൊടുത്തത്, ആ ശക്തി മറ്റുള്ളവരിലേക്ക് പോലും പകർന്നു കൊടുക്കുവാൻ സാധ്യമായത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ഇടപെടൽ മൂലമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് നല്ലതാണ്. കാരണം മോശയുടെ ജീവിതം എടുത്താൽ, സംഖ്യയുടെ പുസ്തകം 11-ാം അധ്യായം അതിന്റെ 17-ാമത്തെ വാക്യം, ഞാൻ ഇറങ്ങി വന്ന് നിന്നോട് സംസാരിക്കും, നിന്റെ മേലുള്ള ചൈതന്യത്തിൽ നിന്നും ഒരു ഭാഗം അവരിലേക്ക് ഞാൻ പകരും, ജനത്തിന്റെ ചുമതല നിന്നോടൊപ്പം അവരും വഹിക്കും. ഇവിടെ ദൈവത്തിന്റെ ജനമേ, ഇംപാർട്ടേഷൻ എന്ന് വെച്ചാൽ ഒരാളിലുള്ള ചൈതന്യം, ആ ഒരാളിലുള്ള അഭിഷേകം മറ്റൊരാളിലേക്ക് പകരപ്പെടുന്ന പ്രക്രിയയാണ് ഇംപാർട്ടേഷൻ എന്ന് പറയുക. എന്ന് വെച്ചാൽ ഈ ആത്മാവിന്റെ ശക്തി പകരപ്പെടുന്നതാണ്. അത് ദൈവത്തിൽ നിന്നും മോശയിലേക്ക് ലഭിച്ചു, മോശയിൽ നിന്നും അത് ജനത്തിന് ലഭിക്കുകയാണ്. അതുകൊണ്ട് നമുക്ക് ലഭിച്ചിരിക്കുന്ന ഈ ദൈവ കൃപ ഒരിക്കലും നഷ്ടമാകാതെ മറ്റുള്ളവരിലേക്ക് അത് പകർന്നു കൊടുക്കുവാനുള്ള ഉത്തരവാദിത്വമാണ് പഴയ നിയമത്തിൽ പിതാക്കന്മാരോട് ദൈവം കൽപ്പിച്ചത്, അല്ലെങ്കിൽ അവർക്കത് തിരിച്ചറിയുവാൻ സാധിച്ചത്. ഇന്ന് നമ്മൾ പുതിയ നിയമത്തിലേക്ക് കടന്നു വരുമ്പം തിമോത്തിയോസിന് എഴുതിയ 2-ാം ലേഖനം 2 തിമോത്തി 1-ാം അധ്യായം അതിന്റെ 6-ാമത്തെ വാക്യത്തില് സെന്റ് പോള് തിമോത്തിയോട് പറയുകയാണ്, എന്റെ കൈവപ്പിലൂടെ നിനക്ക് ലഭിച്ച ദൈവീക വരം വീണ്ടും ഉജ്ജ്വലിപ്പിക്കണമെന്ന് ഞാൻ നിന്നെ അനുസ്മരിപ്പിക്കുന്നു. എന്ന് വെച്ചാൽ സെന്റ് പോളിലൂടെ തിമോത്തിക്ക് കിട്ടിയ ഈ ദൈവീക വരം വീണ്ടും അത് ഉജ്ജ്വലിപ്പിക്കണമെന്നാണ് സെന്റ് പോള് ഓർമ്മിപ്പിക്കുന്നത്. അപ്പോൾ ഈ ശക്തി നമുക്ക് ലഭിക്കുന്നത് ദൈവത്തിൽ നിന്ന്, പരിശുദ്ധാത്മാവിൽ നിന്ന്. ആ കൃപ മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കുവാൻ സാധിക്കുന്നതാണ്. ആ വലിയ അനുഗ്രഹം നമ്മൾ തിരിച്ചറിയണം. അതുകൊണ്ടാണ് അഭിഷേകമുള്ളവരുടെ കൈവപ്പ് നമ്മൾ ഈ അനുഗ്രഹം നമ്മളിലേക്ക് പകർന്നു കിട്ടുവാൻ നമ്മൾ അവരോട് പറയുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത് അതുകൊണ്ടാണ്. അപ്പോ നമുക്ക് ആ വിശ്വാസമുണ്ടെങ്കിൽ, ആ വിശ്വാസം, ആ ശക്തിയെ, ആ അഭിഷേകത്തെ നമ്മളിലേക്ക് പകരപ്പെടുമ്പോൾ ഈ ആത്മീകമായ വരങ്ങൾ നമ്മിലും പ്രവർത്തിക്കും, നമ്മുടെ ഉള്ളിലും ആത്മാവിന് വളർച്ചയുണ്ടാകും. അത് ദൈവിക ശുശ്രൂഷയ്ക്കും ആ ദൈവികമായ പല സേവനങ്ങൾക്കും അത് ഉപകരിക്കപ്പെടുമെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. മോശയെ ശക്തിപ്പെടുത്തിയ ദൈവം, മോശയിലൂടെ ജനത്തെ ശക്തിപ്പെടുത്തിയ ദൈവം പിന്നീട് മോശയോട് പറയുകയാണ് ജോഷുവയെ അനുഗ്രഹിക്കണം. ജോഷുവയുടെ പുസ്തകം, സംഖ്യയുടെ പുസ്തകം 27-ാം അധ്യായം അതിന്റെ 18-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുകയാണ്, കർത്താവ് മോശയോട് അരുളി ചെയ്തു. എന്താണ് അരുളി ചെയ്തത്? നൂനിന്റെ മകനും ആത്മാവ് കുടികൊള്ളുന്നവനുമായ ജോഷുവയെ വിളിച്ച് അവന്റെ മേൽ നിന്റെ കൈ വെക്കണം. ഇവിടെ ദൈവത്തിന്റെ ജനമേ, ജോഷുവയുടെ മേൽ ആത്മാവ് കുടികൊള്ളുന്നുണ്ട്. ഈ ആത്മാവിനെ ഉജ്ജ്വലിപ്പിച്ച് ജോഷുവയ്ക്ക് ഒരു പ്രത്യേക ദൗത്യം ദൈവം കൊടുക്കുമ്പം മോശയിൽ ദൈവം കൊടുത്തിരിക്കുന്ന ആ അഭിഷേകത്തെ മോശ കൈവച്ച് പ്രാർത്ഥിച്ച് ജോഷുവയിലേക്ക് പകരപ്പെടുമ്പോൾ ജോഷുവയുടെ മേൽ ദൈവത്തിന്റെ
പരിശുദ്ധാത്മാവ് അതിശക്തമായി വ്യാപരിക്കുകയും ഇസ്രായേൽ ജനത്തെ നയിക്കുവാനുള്ള ഒരു പ്രത്യേക അഭിഷേകം, എന്ന് വെച്ചാൽ വാഗ്ദത്ത ദേശത്ത് കാലുകുത്തുന്നത് വരെ, അല്ലെങ്കിൽ ആ ജനത്തെ നയിക്കുവാനുള്ള ഒരു പ്രത്യേക അഭിഷേകം ജോഷുവയ്ക്ക് പരിശുദ്ധാത്മാവിൽ ലഭിക്കുകയാണ്. ഹല്ലേലൂയ. വീണ്ടും ഗിദെയോൻ. നമുക്കറിയാം, ന്യായാധിപന്മാരുടെ പുസ്തകം 6-ാം അധ്യായം അതിന്റെ 34-ാമത്തെ വാക്യത്തിൽ കർത്താവിന്റെ ആത്മാവ് ഗിദെയോനിൽ ആവസിച്ചു എന്നാണ് കാണുക. എന്ന് വെച്ചാൽ പഴയ നിയമത്തിലുള്ള പ്രത്യേക വ്യക്തികളെ, ദൈവത്തിന്റെ പദ്ധതിക്ക് വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തികളെ ആത്മാവിനാൽ അഭിഷേകം ചെയ്യുകയാണ്. എന്ന് വെച്ചാൽ ഗിദെയോന്റെ മേൽ കർത്താവിന്റെ ആത്മാവ് ആവസിച്ചു എന്ന് നമ്മൾ കാണുകയാണ്. ഹല്ലേലൂയ. അതുപോലെ തന്നെയാണ് ശിംശോൻ അല്ലെങ്കിൽ സാംസൺ. ന്യായാധിപന്മാരുടെ പുസ്തകം 14:6 കർത്താവിന്റെ ആത്മാവ് സാംസണിൽ ശക്തമായി ആവസിച്ചു എന്ന് നമ്മളവിടെ കാണുകയാണ്. അതുപോലെ തന്നെ ദാവീദ്. നമ്മൾ 1 ശമൂവേൽ 16-ാം അധ്യായം 13-ാമത്തെ വാക്യമാണ്, കുഴലിലെ തൈലം കൊണ്ട് ദാവീദിനെ ശമൂവേൽ പ്രവാചകൻ അഭിഷേകം ചെയ്തതായി നമ്മളവിടെ കാണുകയാണ്. അന്നു മുതൽ കർത്താവിന്റെ ആത്മാവ് ദാവീദിന്റെ മേൽ ശക്തമായി ആവസിച്ചു എന്ന് നമ്മൾ കാണുന്നുണ്ട്. പ്രിയപ്പെട്ട ദൈവത്തിന്റെ ജനമേ, പഴയ നിയമം നമ്മൾ പഠിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് ചിലരിൽ പ്രത്യേകമായി വന്ന് വസിച്ചു എന്ന് നമ്മൾ കാണുന്നുണ്ട്. അതിനകത്ത് രാജാക്കന്മാരുണ്ട്, പ്രവാചകന്മാരുണ്ട്, യുദ്ധവീരന്മാരുണ്ട്, ന്യായാധിപന്മാരുണ്ട്. അപ്പം ചില പ്രത്യേക പദ്ധതിക്കായി, ചില പ്രത്യേക ശുശ്രൂഷയ്ക്കും സേവനത്തിനുമായി ആത്മാവിന്റെ ശക്തി പഴയ നിയമ പിതാക്കന്മാരിൽ വന്നുവെങ്കിലും അത് സ്ഥിരമായി നിന്നതായി നമ്മൾ കാണുന്നില്ല. എന്നാൽ ജോയൽ പ്രവചനം 2-ാം അധ്യായം അതിന്റെ 28-ഉം 29-ഉം വാക്യങ്ങളിലേക്ക് നമ്മൾ കടന്നു വരുമ്പം പഴയ നിയമത്തിൽ ദൈവം ഒരു വലിയ വാഗ്ദാനം നൽകുകയാണ്. എന്താണത്? ആത്മാവിനെ വർഷിക്കുമെന്നുള്ള പ്രവചനം കടന്നു വരികയാണ്. അന്ന് ഇങ്ങനെ സംഭവിക്കും: എല്ലാവരുടെയും മേൽ എൻ്റെ ആത്മാവിനെ ഞാൻ വർഷിക്കും. നിങ്ങളുടെ പുത്രന്മാര്, നിങ്ങളുടെ പുത്രിമാര് പ്രവചിക്കും. കേട്ടോണേ, നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങൾ കാണും, യുവാക്കൾക്ക് ദർശനമുണ്ടാകും. ആ നാളുകളിൽ എൻ്റെ ദാസന്മാരുടെ മേലും ദാസിമാരുടെ മേലും എൻ്റെ ആത്മാവിനെ ഞാൻ വർഷിക്കുമെന്നുള്ള ശക്തമായ പ്രവചനം പഴയ നിയമത്തിൽ ദൈവം നമുക്ക് നൽകുകയാണ്. അത് വ്യക്തികളിലല്ല, തെരഞ്ഞെടുക്കപ്പെട്ടവരിലല്ല, എല്ലാവരുടെ മേലും എൻ്റെ ആത്മാവിനെ ഞാൻ വർഷിക്കും. മുമ്പ് നമ്മൾ കണ്ടു, ചിലർക്ക് പ്രത്യേകമായി ദൈവം ആത്മാവിനെ നൽകുകയും അവരിലൂടെ ചില പ്രത്യേക പദ്ധതികൾ ആവിഷ്കരിക്കുകയും ചെയ്തു. എന്നാൽ ഇവിടെ ദൈവം വാഗ്ദാനം നൽകുന്നു, സകലരുടെ മേലും. അത് പുരുഷനാകാം, സ്ത്രീയാകാം, യുവാവാകാം, യുവതിയാകാം, വയോധികനാകാം, വയോധികയാകാം, ദാസനാകാം, ദാസിയാകാം, എല്ലാവർക്കും ദൈവം നൽകുന്ന വാഗ്ദാനമാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്. പ്രിയപ്പെട്ട ദൈവത്തിന്റെ ജനമേ, അത് പുതിയ നിയമത്തിൽ പെന്റക്കോസ്റ്റൽ ഡേയിലാണ് അത് പൂർത്തീകരിക്കപ്പെടുക. അതുകൊണ്ട് നമ്മളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ പെന്റക്കോസ്റ്റൽ ഡേയിൽ പരിശുദ്ധ അമ്മയും സ്ലീഹന്മാരും, അല്ലെങ്കിൽ അവരോടൊപ്പം ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിച്ച ഓരോരുത്തരും ദൈവത്തിൻ്റെ ആത്മാവിനെ സ്വീകരിച്ചുവെങ്കിൽ, ഈ ആത്മാവിനെ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിച്ചാൽ നമുക്കും സ്വീകരിക്കാൻ പറ്റും എന്നത് നിങ്ങൾ വിസ്മരിക്കരുത്. ഇത് പരിശുദ്ധിയുടെ ആത്മാവാണ്. നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഈ ആഗ്രഹത്തെ മാനിക്കുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് മോശയുടെ മേൽ കടന്നു വന്നതുപോലെ
ജോഷുവയുടെ മേൽ കടന്നു വന്നതുപോലെ, ഏലിയായുടെ മേൽ കടന്നു വന്നതുപോലെ, എലീശയ്ക്ക് ഇരട്ടിപ്പങ്ക് കൊടുത്തതുപോലെ, രക്തസാക്ഷികളിൽ നിറഞ്ഞ, സ്ലീഹന്മാരിൽ നിറഞ്ഞ, സൗളിനെ പൗലോസാക്കി മാറ്റിയ, രക്തസാക്ഷികളിൽ ശക്തമായി ആവസിച്ച ഈ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ നമുക്കും സ്വീകരിക്കുവാനുള്ള എല്ലാ സാധ്യതകളും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഒരുക്കുകയാണ്. അതുകൊണ്ട് ഇന്നത്തെ ദിവസം ഒന്ന് കണ്ണുകളെ അടച്ച് നമ്മൾ ഈ പഠനം തുടരുകയാണ്. അടുത്തത് പുതിയ നിയമത്തിൽ പരിശുദ്ധാത്മാവ് കടന്നു വന്നത് നമ്മൾ പഠിക്കും. അങ്ങനെ മുന്നോട്ട് നമ്മൾ പോവുകയാണ്. അതുകൊണ്ട് ഇന്നത്തെ ദിവസം ഈ കേട്ട വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ, ഈ ഒരു പഠനം മുന്നോട്ട് കൊണ്ടുപോകാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ, തുടർച്ചയായി ഇത് നിങ്ങൾ കേൾക്കണം. ഈ ദിവസങ്ങൾ, പ്രത്യേകിച്ച് 24-ാം തീയതി സഭ പെന്റക്കോസ്റ്റൽ ഡേ ആചരിക്കുന്ന ഈ ദിവസം നമ്മൾ ഒരുക്കമുള്ളവരായി ദൈവത്തിൻ്റെ സന്നിധിയിൽ വിശുദ്ധിയോടെ വിശ്വസ്തയോടെ നിന്നാൽ നമുക്കും സ്വീകരിക്കാം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ. കഴിഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ഓർക്കുകയോ പരിഗണിക്കുകയോ വേണ്ട. ഇതാ ഞാനൊരു പുതിയ കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്യാൻ പോകുന്നു എന്ന് യെശയ്യാ പ്രവചനം 43:18-19 പറഞ്ഞതുപോലെ ഒരു പുതിയ അഭിഷേകം സ്വീകരിക്കുവാൻ, ഒരു പുതിയ കാര്യം ദൈവം ചെയ്യുന്നത് സ്വീകരിക്കുവാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ, പ്രിയപ്പെട്ട ദൈവത്തിന്റെ ജനമേ, നമുക്കൊരുങ്ങാം. നമുക്ക് പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവാൻ ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ ഏകമനസ്സോടുകൂടി കാത്തിരുന്ന് പ്രാർത്ഥിക്കാം. ദൈവത്തിന്റെ ആത്മാവ് നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ, സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തന്നെ. ആമേൻ.